Hello guys, welcome back to channel Civil Engineering Updated. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റീൽ ആൻഡ് സ്ട്രക്ചേഴ്സിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സ്റ്റീൽ ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് കോൺക്രീറ്റ്. ഇറ്റ് ഇൻഡിക്കേറ്റ് ദാറ്റ് സ്റ്റീൽ ഈസ് മോഡുലസ് ഇലാസ്റ്റിസിറ്റി സ്റ്റീലിൻ്റെ കോൺക്രീറ്റിനേക്കാളും കൂടുതലാണ്. അത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ അതിൽ നമുക്ക് ആദ്യം ഗ്രാഫ് നോക്കാം. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫാണ്. മൈൽഡ് സ്റ്റീലിൽ നമ്മൾ ടെൻസൈൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴുള്ള ഒരു വേരിയേഷൻ അല്ലെങ്കിൽ ഡിഫോർമേഷൻ ആണ് ഈ ഗ്രാഫിൽ കൂടെ നമുക്ക് അറിയാൻ പറ്റുന്നത്. ഇതിൽ നമ്മൾ നോക്കാൻ പറ്റും O to A വരെ പോയിന്റ് സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ്. അതായത് ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആയിരിക്കും. A കഴിഞ്ഞ് പോയിന്റ് എന്ന് പറഞ്ഞാൽ B ആണ്. ഓക്കെ, അത് ഇലാസ്റ്റിക് ലിമിറ്റ് എന്നാണ് ഈ പോയിന്റിന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ ഈ ഇലാസ്റ്റിക് ലിമിറ്റ് വരെ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്തിട്ട് റിലീസ് ചെയ്യുവാണെങ്കിൽ അത് അതിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ളൊരു ഷേപ്പ് റിഗെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ബി കഴിഞ്ഞിട്ട് നമ്മൾ സ്ട്രെസ് അല്ലെങ്കിൽ സ്ട്രെസ്സിനെ ഇൻക്രീസ് ചെയ്താൽ അത് അതിന് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ അറ്റൈൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലോഡ് റിലീസ് ചെയ്താൽ അതിന് അതിൻ്റെ ഒറിജിനൽ ഷേപ്പിൽ വരാൻ പറ്റത്തില്ല. ഓക്കെ, അതാണ് ബി കഴിഞ്ഞിട്ടുള്ളതും ബിൻ്റെ മുന്നേ ഉള്ളതും സ്റ്റേജ്. ഓക്കെ, സോ ഈ ഒരു റീജിയൻ O to B എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിക് റീജിയൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പർ ഈൽഡ് പോയിന്റ്. അപ്പർ ഈൽഡ് പോയിന്റിൽ എന്താണെന്ന് വെച്ചാൽ ഇതൊരു നമ്മൾ സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് ഈൽഡ് പോയിന്റ് ആണ് C പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ C ഡാഷ് ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ലോവർ ഈൽഡ് പോയിന്റ്. അതായത് കാർബൺ മോളിക്കുലർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മോളിക്കുലർ ഡിസ്റ്റർബൻസ് ഉണ്ടാകുമ്പോൾ ഈൽഡ് സ്ട്രെങ്ത് കുറയും. അതാണ് ഈ C ഡാഷ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ലോവർ ഈൽഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ സ്ട്രെസ് അപ്ലൈ ചെയ്യാതെ തന്നെ നമ്മൾ ഈ ഒരു വേരിയേഷൻ ഉണ്ടാകും, സ്ട്രെയിനിൻ്റെ ഡിഫോർമേഷൻ ഉണ്ടാകും. ഓക്കെ, അതിനെയാണ് നമ്മൾ ഈൽഡ് പ്ലാറ്റ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു പോർഷൻ റേസ് ആകുന്നുണ്ട്. ഈ ഒരു പോർഷനെയാണ് നമ്മൾ സ്ട്രെയിൻ ഹാർഡനിങ് എന്ന് പറയുന്നത്. സ്ട്രെയിൻ ഹാർഡനിങ് എന്നാണ് ഇതിന് പറയുന്നത്. അത് അപ് ടു E വരെ പോകും. അത് കഴിഞ്ഞിട്ടുള്ള പോർഷനാണ് E to F. ഇതിൻ്റെ ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിൽ എന്താണെന്നാവുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ക്രോസ് സെക്ഷൻ ഇതുപോലെ നിങ്ങൾക്ക് കാണുന്ന പോലെ ഇതിൻ്റെ ക്രോസ് സെക്ഷൻ റെഡ്യൂസ് ആകും. ഓക്കെ, അതിനെയാണ് നമ്മൾ നെക്കിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ നെക്കിങ് എന്ന് പറയുന്നത്. ഈ ഒരു ഫിനോമിനാണ് നെക്കിങ്. ഓക്കെ, ഈ ഒരു ഫിനോമിനാണ് നെക്കിങ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ F പോയിന്റ് അല്ലെങ്കിൽ ഫ്രാക്ചർ പോയിന്റ്. സോ ഇതാണ് ബേസിക്കലി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇതിൽ നമ്മൾ ബേസിക്കലി ഇമ്പോർട്ടൻറ്റ് എന്താണെന്ന് വെച്ചാൽ O to B വരെയുള്ള സ്റ്റേജിനെ നമ്മൾ ഇലാസ്റ്റിക് റീജിയൻ എന്നും B to F വരെയുള്ള റീജിയനെ നമ്മൾ പ്ലാസ്റ്റിക് റീജിയൻ എന്നും ആണ് പറയുന്നത്. ഓക്കെ, വേറെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ ചോദിക്കാറുണ്ട് ഹുക്സ് ലോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏത് ലിമിറ്റ് വരെയാണ്. അപ്പോൾ O to A വരെയാണ് ഹുക്സ് ലോ വാലിഡ്. ഓക്കെ, അതിന് നമ്മൾ എനെ പറയുന്നത് പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് എന്നാണ് പറയുന്നത് ആ പോയിന്റിന്. ഓക്കെ, ഇതാണ് ജനറൽ ഇൻഫോർമേഷൻ അബൌട്ട് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യനിൽ എന്താണ് എഴുതിയിരിക്കുന്നത് വെച്ചാൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി സ്റ്റീലിൻ്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കോൺക്രീറ്റിനേക്കാളും കൂടുതലാണ്. അത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അത് ലെസ് ഇലാസ്റ്റിക് ആയതുകൊണ്ടാണോ? സ്റ്റീൽ ലെസ് ഇലാസ്റ്റിക് ആണോ കോൺക്രീറ്റിനേക്കാളും? ഒരിക്കലും സ്റ്റീൽ ലെസ് ഇലാസ്റ്റിക് അല്ല കോൺക്രീറ്റിനേക്കാളും. ബിക്കോസ് അതിൽ കോൺക്രീറ്റിൽ നമുക്ക് അറിയാം ബ്രിട്ടൽ ഫെയിലിയർ ഉണ്ടാകും. സോ ഒരിക്കലും ഈ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഓക്കെ, അതേപോലെ മോർ പ്ലാസ്റ്റിക് നിങ്ങൾ ഓൾറെഡി നോക്കിക്കഴിഞ്ഞു ഗ്രാഫിൽ എങ്ങനെയാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന്. സ്റ്റീൽ മോർ പ്ലാസ്റ്റിക് ദാൻ കോൺക്രീറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ കോൺക്രീറ്റിൽ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ അത് ഡിഫോം ഒരിക്കലും ആവത്തില്ല. നമ്മൾ ലോഡ് അപ്ലൈ ചെയ്ത് റിലീസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡിഫോർമേഷൻ എന്ന് പറയുന്നത് ബ്രേക്ക് ആവും. അത് ബ്രിട്ടൽ ഫെയിലിയർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ മോർ പ്ലാസ്റ്റിക്കും അല്ല. പിന്നെ ലെസ് പ്ലാസ്റ്റിക്കും അല്ല. ഒബ്വിയസ്ലി ലെസ് പ്ലാസ്റ്റിക്കും അല്ല. പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ എന്താണ്? മോർ ഇലാസ്റ്റിക് എന്ന ഓപ്ഷനിൽ ഉണ്ടായിരുന്നെങ്കിൽ അതായിരുന്നു തന്നെ കറക്റ്റ് ആൻസർ. ഓക്കെ, മോർ ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ മൈൽഡ് സ്റ്റീലിൽ നമ്മൾ ഇപ്പോൾ ലോഡ് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ അത് എത്ര പെട്ടെന്ന് അതിൻ്റെ ഒറിജിനൽ ഷേപ്പിൽ അതിനെ റീഗെയിൻ ചെയ്യാൻ പറ്റുമോ ഇലാസ്റ്റിക് ലിമിറ്റ് വരെ, അതിനെയാണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. സോ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിക് മെറ്റീരിയൽ ആണ്. സോ മോർ ഇലാസ്റ്റിക് ദാൻ ദാറ്റ് ഓഫ് കോൺക്രീറ്റ് ആണ്. സോ ആൻസർ എന്ന് പറയുമ്പോൾ നൺ ഓഫ് ദ എബോവ് ആണ്. നൺ ഓഫ് ദീസ് ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ ഗ്രില്ലേജ് ഫൂട്ടിംഗ് ദ മാക്സിമം ഷിയർ ഫോഴ്സ് ഒക്കേഴ്സ് അറ്റ്. ഗ്രില്ലേജ് ഫൂട്ടിങ്ങിൽ മാക്സിമം ഷിയർ ഫോഴ്സ് എവിടെയാണ് ഉണ്ടാകുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ആദ്യം ഗ്രില്ലേജ് ഫൂട്ടിങ്ങിൻ്റെ സെറ്റപ്പ് നോക്കാം. ഇത് കോളമാണ്. കോളത്തിൻ്റെ മേളിലാണ് നമ്മുടെ ലോഡ് ട്രാൻസ്ഫറിങ് ഒരു സ്ലാബ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഗ്രില്ലേജ് ഫൂട്ടിങ് അല്ലെങ്കിൽ റൂൾഡ് ഐ സെക്ഷൻ ആണ് കൊടുക്കുന്നത്. റൂൾഡ് ഐ സെക്ഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റൂൾഡ് ഐ സെക്ഷൻ മോർ ദാൻ 2 ലെയർ ഓർ മോർ ദാൻ 2 ലെയറിലായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ, അതിനെയാണ് നമ്മൾ ഗ്രില്ലേജ് ഫൂട്ടിങ് എന്ന് പറയുന്നത്. ഇതിൻ്റെ
അതിൻ്റെ താഴെയാണ് നമ്മുടെ സോയിൽ അല്ലെങ്കിൽ സ്ലാബ് കൊടുത്ത് താഴോട്ട് ലോഡ് ട്രാൻസ്ഫർ ആകുന്നത്. സോ നമ്മുടെ പോയിന്റ് ഓഫ് കൺസേൺ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഗ്രില്ലേജ് ഫൂട്ടിങ്ങിൽ എങ്ങനെയാണ് നമ്മുടെ ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ഡിഫോർമേഷൻ ഉണ്ടാകുന്നത്, അത് അല്ലെങ്കിൽ ഷിയർ ഫോഴ്സ് എങ്ങനെയാണ്, ബെൻഡിങ് മൊമെൻറ്റ് എങ്ങനെയാണ്, അതാണ് നമ്മുടെ പോയിന്റ് ഓഫ് കൺസേൺ. സോ ഈ ഒരു പോർഷനെ നമ്മൾ മാഗ്നിഫൈ ചെയ്തെടുത്തേക്കുവാണ്. ഈ ഒരു പോർഷൻ നമ്മൾ മാഗ്നിഫൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇതൊരു UDL ആയിട്ട് കൺസിഡർ ചെയ്യാം. സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ UDL ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അതാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. അപ്പോൾ ഷിയർ ഫോഴ്സ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഈ ഒരു പോയിന്റിൽ ഷിയർ ഫോഴ്സ് ഇൻക്രീസ് ചെയ്യും. നമുക്കറിയാം ബേസിക്കലി എൻഡ് സപ്പോർട്ടിൽ ഷിയർ ഫോഴ്സ് റേസ് ചെയ്യും. അതേപോലെ UDL കാരണം ഈ ഷിയർ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് താഴോട്ട് പോകും. അതേപോലെ ഈ പോയിന്റിൽ മീറ്റ് ചെയ്യും. എന്നിട്ട് നമുക്കറിയാം എൻഡ് മൊമെൻറ്റ്സിൽ സപ്പോർട്ടിൽ പിന്നും ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ റേസ് ചെയ്യും. അത് കാരണം ഇതാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഓക്കെ, സോ ഇതാണ് ജനറൽ റിപ്രസെൻറ്റേഷൻ. പിന്നെ ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷനെയാണ് സിഗ്നിഫൈ ചെയ്യുന്നത്, ഈ ഒരു പോർഷൻ. ഓക്കെ, അതേപോലെ ഈ ഒരു പോർഷൻ സിഗ്നിഫൈ ചെയ്യുന്നത് ഈ ഒരു പോർഷൻ. അതാണ് നമ്മൾ എക്സ്ട്രാ പ്രൊജക്റ്റ് ചെയ്ത് അതിനെ ജോയിൻ ചെയ്തത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇതുപോലെ ഡിഫ്ലക്റ്റ് ചെയ്യും. ഇങ്ങനെ ലോഡ് നമ്മൾ UDL അപ്ലൈ ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു നേച്ചറിലാണ് ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നത്. സോ അതിൻ്റെ ബെൻഡിങ് മൂവ്മെൻറ്റ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഏകദേശം ഇതുപോലെ ഇരിക്കും. ഓക്കെ, സോ ഇതാണ് ബെൻഡിങ് മൂവ്മെൻറ്റ് ഡയഗ്രാം. സോ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യനിൽ എന്താണ് എഴുതിയിരിക്കുന്നത് നോക്കാം. ഇൻ ഗ്രില്ലേജ് ഫൂട്ടിംഗ് മാക്സിമം ഷിയർ ഫോഴ്സ് ഒക്കെ മാക്സിമം ഷിയർ ഫോഴ്സ് എവിടെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒബ്വിയസ്ലി ഈ രണ്ട് എഡ്ജിലും ഈ എഡ്ജിലുമാണ് നമുക്ക് മാക്സിമം ഷിയർ ഫോഴ്സ് കാണാൻ പറ്റും. ഇവിടെയാണ് ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ കൂടുതലായിട്ടുള്ളത്, അല്ലേ? ഇവിടെ രണ്ട് പോർഷനാണ് ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ കൂടുതലായിട്ടുള്ളത്. സോ മാക്സിമം ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് എഡ്ജസിലാണ്. ഓക്കെ, സോ ആൻസർ എന്ന് പറഞ്ഞാൽ എഡ്ജ് ഓഫ് ദ ഗ്രില്ലേജ് ബീമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലഗ് ആംഗിളിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ലഗ് ആംഗിൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലഗ് ആംഗിളിൻ്റെ യൂസ് അല്ലെങ്കിൽ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ബേസിക്കലി നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഷിയർ ലാഗിൻ്റെ കൺസെപ്റ്റിലാണ് നമ്മുടെ ലഗ് ആംഗിൾ ഇൻട്രൊഡ്യൂസ് ആവുന്നത്. ഷിയർ ലാഗ് ഞാൻ ജനറലായിട്ട് പറയാം. ഇപ്പോൾ നമ്മുടെ ഒരു സെക്ഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെയാണ് ലോഡ് അപ്ലൈ ആകുന്നത്. ഈ ഒരു പോയിന്റിലാണ് ലോഡ് അപ്ലൈ ആകുന്നത്. ഈ ഒരു പോയിന്റിലും ലോഡ് അപ്ലൈ ആകുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു പോയിന്റും നമ്മുടെ സ്റ്റഡിയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ മാഗ്നിഫൈ ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും. രണ്ട് പോർഷനും ഞാൻ മാഗ്നിഫൈ ചെയ്ത് കണ്ടു. എന്നിട്ട് നമ്മളിവിടെ നോക്കാം, ഇവിടെ ലോഡിൻ്റെ പീൻ്റെ എഫക്റ്റ് കാണും, ഇവിടെയും പീൻ്റെ എഫക്റ്റ് കാണും. ഓക്കെ, അത് കാരണം ഇതിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകും ആസ് കമ്പയർഡ് ടു ഈ ഒരു മെറ്റീരിയൽ. അപ്പോൾ ഇത് ഒന്നെങ്കിൽ ഫോർവേഡ് അല്ലെങ്കിൽ ബാക്ക്വേർഡ് മൂവ് ചെയ്യാൻ ട്രൈ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ റെസ്റ്റിൽ തന്നെ ഇരിക്കും. അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ വേരിയേഷനെയാണ് നമ്മൾ ഷിയർ ലാഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സെയിം ഫിനോമിന നമ്മളുടെ സ്റ്റീൽ സ്ട്രക്ചേഴ്സിൽ ഉണ്ടാവുകയാണെങ്കിൽ നമ്മളപ്പോൾ അതിനെ എങ്ങനെയാണ് റെക്ടിഫൈ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ലഗ് ആംഗിൾ പ്രൊവൈഡ് ചെയ്തിട്ടാണ് ഇതിനെ റെക്ടിഫൈ ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് ജനറൽ യൂസ് ഓഫ് ലഗ് ആംഗിൾ നമ്മൾ ജനറലി യൂസ് ചെയ്യുന്നത് ഷിയർ ലാഗിനെ റെഡ്യൂസ് ചെയ്യാൻ. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഷിയർ ലാഗിൻ്റെ എഫക്റ്റ് കൂടുമ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് കുറയ്ക്കുന്നതെന്ന് വെച്ചാൽ ലെങ്ത് ഓഫ് ദ സെക്ഷൻ കൂട്ടും. ലെങ്ത് ഓഫ് ദ സെക്ഷൻ കൂട്ടിയാൽ നമ്മുടെ ഷിയർ ലാഗ് റെഡ്യൂസ് ആകും. ഓക്കെ, ബട്ട് അതിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇത് ജനറലി എക്കണോമിക്കൽ അല്ല. ഓക്കെ, അത് കാരണം നമ്മൾ ഷിയർ ലാഗ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ലെങ്ത് ഓഫ് ദ സെക്ഷനും നമുക്ക് കൂട്ടേണ്ട ആവശ്യമില്ല. പ്ലസ് ലഗ് ആംഗിൾ ഷിയർ ലാഗ് ഉണ്ടെങ്കിൽ നമുക്ക് ലെങ്ത് ഇൻക്രീസ് ആകുമ്പോൾ ഷിയർ ലാഗിൻ്റെ എഫക്റ്റ് റെഡ്യൂസ് ആകും. ഓക്കെ, ലെങ്ത് ഇൻക്രീസ് ആകുമ്പോൾ ഷിയർ ലാഗിൻ്റെ എഫക്റ്റ് ഇൻക്രീസ് ആകും. ബട്ട് എഫിഷ്യൻസി എന്ന് പറയുന്നത് കുറയും. ഓക്കെ, ബട്ട് ലഗ് ആംഗിളിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഒരു മെത്തഡോളജി എന്താണെന്ന് പറഞ്ഞാൽ ലഗ് ആംഗിളിന് ഈ ലെങ്ത് ഓഫ് ദ സെക്ഷനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും, പ്ലസ് ഷിയർ ലാഗിനെയും റെഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ടാണ് നമ്മൾ ജനറലി ഷിയർ ലാഗ് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസിൽ എന്താണ് കാണിച്ചിരുന്നത്? യൂസ്ഡ് വിത്ത് സിംഗിൾ ആംഗിൾ മെമ്പറിൻ്റെ കൂടെ യൂസ് ചെയ്യാറുണ്ട്. നോട്ട് യൂസ്ഡ് വിത്ത് ഡബിൾ ആംഗിൾ മെമ്പറിൻ്റെ കൂടെ യൂസ് ചെയ്യാറില്ല. യൂസ്ഡ് വിത്ത് ചാനൽ മെമ്പറിൻ്റെ കൂടെ യൂസ് ചെയ്യാറുണ്ട്. സോ ഓൾ ദ ഓപ്ഷൻസ് ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഓൾ ദ ഓപ്ഷൻസ് ആണ് കറക്റ്റ് ഓപ്ഷൻ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കാസ്റ്റ് അയൺ ഈസ് മാനുഫാക്ചേർഡ് ബൈ റീമെൽറ്റിംഗ് വിത്ത് കോക്ക് ആൻഡ് ലൈംസ്റ്റോൺ. കാസ്റ്റ് അയൺ എങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്യുന്നതാണ് ചോദിച്ചേക്കുന്നത്. സോ റീമെൽറ്റിംഗ് എന്തിൻ്റെ കൂടെ റീമെൽറ്റ് ചെയ്യുന്നത്? വിത്ത് കോക്ക് ആൻഡ് ലൈംസ്റ്റോൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ബേസിക്കായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ടേബിളാണ്. ഓക്കെ, പിഗ് അയണിൻ്റെ നമ്മുടെ ഏറ്റവും ഫസ്റ്റ് കാർബൺ കണ്ടൻറ്റ് ഏറ്റവും കൂടുതലുള്ള ഒരു മെറ്റൽ അല്ലെങ്കിൽ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ പിഗ് അയൺ ആണ്. പിന്നെ കാസ്റ്റ് സ്റ്റീൽ, കാസ്റ്റ് അയൺ. ഓക്കെ, കാസ്റ്റ് സ്റ്റീൽ, കാസ്റ്റ് അയൺ. ഓക്കെ, പിന്നെ ഹൈ കാർബൺ സ്റ്റീൽ,
ഹൈ കാർബൺ സ്റ്റീൽ, മീഡിയം കാർബൺ സ്റ്റീൽ, ലോ കാർബൺ സ്റ്റീൽ. പിന്നെയാണ് റോട്ട് അയൺ വരുന്നത്. ഓക്കെ, റോട്ട് അയൺ വരും, അത് കഴിഞ്ഞിട്ടാണ് പ്യുവർ അയൺ. ഓക്കെ, അപ്പോൾ നമുക്ക് ജനറലായിട്ട് അറിയാൻ പറ്റും പ്യുവർ അയണിൽ കാർബണിൻ്റെ കണ്ടൻറ്റ് നിയർലി ഈക്വൽ ടു 0 ആണ്. റോട്ട് അയണിൽ ഇമ്പോർട്ടൻ്റ് ആണ്, ലെസ് ദാൻ 0.1 ആണ് റോട്ട് അയണിൽ കാർബൺ കണ്ടൻറ്റ്. അതേപോലെ കാർബൺ കണ്ടൻറ്റ് ഇൻക്രീസ് ആകും പിഗ് അയണിലത്തെ സ്റ്റേജിലോട്ട് പോകുമ്പോൾ. ഓക്കെ, പിഗ് അയണിൽ എന്ന് പറഞ്ഞാൽ ജനറലി 4 to 5% ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ബേസിക്കലി അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കാർബൺ കണ്ടൻറ്റ് കൂടുമ്പോൾ ഡക്റ്റിലിറ്റിയിൽ എന്ത് എഫക്റ്റാണ് ഉണ്ടാകുന്നതെന്നാണ് ചോദിക്കേണ്ടത്. സോ ഡക്റ്റിലിറ്റിയുടെ എഫക്റ്റ് കുറയും, അതേപോലെ കംപ്രസീവ് സ്ട്രെങ്ത് അല്ലെങ്കിൽ ഹാർഡ്നെസ് ഇൻക്രീസ് ആകും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഇതാണ് ജനറൽ ഒരു ഇൻഫോർമേഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ പിഗ് അയൺ കഴിഞ്ഞിട്ടുള്ള സ്റ്റേജാണ് കാസ്റ്റ് അയൺ. ഓക്കെ, സോ നമ്മൾ പിഗ് അയണിൽ കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്യുമ്പോഴാണ് കാസ്റ്റ് അയൺ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്. അത് ഏത് മോഡിഫിക്കേഷനാണ് ഇതിൽ എഴുതിയിരിക്കുന്നുള്ളത്. സോ കാസ്റ്റ് അയൺ ഈസ് മാനുഫാക്ചർഡ് ബൈ റീമെൽറ്റിംഗ് ഡാഷ് വിത്ത് കോക്ക് ആൻഡ് ലൈംസ്റ്റോൺ. സോ ആൻസർ എന്ന് പറഞ്ഞാൽ പിഗ് അയൺ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. വിൻഡ് ലോഡ് അനാലിസിസ് ക്യാൻ ബി ഡൺ യൂസിങ്. വിൻഡ് ലോഡ് അനാലിസിസ് ഏത് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്, ഏത് ടേബിളാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത്, ഏത് കോഡാണെന്നാണ് ചോദിക്കുന്നത്. സോ IS 875 പാർട്ട് 3 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ലോഡ് വാല്യൂ ഒബ്റ്റൈൻഡ് ബൈ മൾട്ടിപ്ലൈയിങ് ക്യാരക്ടറിസ്റ്റിക് ലോഡ് വിത്ത് ലോഡ് ഫാക്ടർ. ലോഡ് വാല്യൂ എന്താണ്? ലോഡ് വാല്യൂ ഒബ്റ്റൈൻഡ് ബൈ മൾട്ടിപ്ലൈയിങ് ക്യാരക്ടറിസ്റ്റിക് ലോഡിനെയും ലോഡ് ഫാക്ടറിനെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നതെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഓപ്ഷൻ നോക്കാം. ഡിസൈൻ സ്പെക്ട്രമാണോ? ഒബ്വിയസ്ലി അല്ല. ഫട്ടീഗ് ലോഡാണോ? അല്ല. ഡെഡ് ലോഡാണോ? ഒരിക്കലും അല്ല. സോ നമുക്കിങ്ങനെ ഓപ്ഷൻ നോക്കിയിട്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും കറക്റ്റ് ഓപ്ഷൻ. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡിസൈൻ ലോഡാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ എ സ്ട്രക്ചറൽ എലിമെൻറ്റ് ഇൻ സ്റ്റീൽ സ്ട്രക്ചർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സ്ട്രെങ്ത്. ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൽ നമ്മൾ ജനറൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സർവീസബിലിറ്റി ബേസിൽ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ക്ലാസിഫൈ ആണ്, കൊളാപ്സ് ബേസിലും ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ക്ലാസിഫൈ ആണ്. ഓക്കെ, ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ്, ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റി. സോ സർവീസബിലിറ്റിയുടെ കാറ്റഗറിയിലാണ് ഡ്യൂറബിലിറ്റി, ഡിഫ്ലക്ഷൻ, ഫയർ എല്ലാം വരുന്നത്. ഓക്കെ, ടോർഷൻ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് അല്ലെങ്കിൽ സ്ട്രെങ്ത്തിൻ്റെ അകത്താണ് വരുന്നത്. ഓക്കെ, സോ ആൻസർ എന്ന് പറഞ്ഞാൽ ടോർഷൻ ആണ്. ഇത് കോഡൽ വാല്യൂ ആണ് ഇതും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ദ മാക്സിമം അലവബിൾ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ അണ്ടർ ലൈവ് ലോഡ് ഫോർ എ കാന്റിലിവർ മെമ്പർ സപ്പോർട്ടിംഗ് ബ്രിട്ടൽ ക്ലാഡിംഗ് ഇൻ ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് ഈസ്. ബ്രിട്ടൽ ക്ലാഡിംഗ് ആണ് ഇതിൽ ഇമ്പോർട്ടൻറ്റ്, ബിക്കോസ് ബ്രിട്ടൽ ക്ലാഡിങ്ങും ഓപ്ഷൻ വരാറുണ്ട്, അല്ലെങ്കിൽ ഇലാസ്റ്റിക് ക്ലാഡിങ്ങും ഓപ്ഷൻ വരാറുണ്ട്. ഓക്കെ, ഇലാസ്റ്റിക് ക്ലാഡിംഗ് വന്നാൽ അതിൻ്റെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സ്പാൻ ബൈ 120 ആണ്. അതേപോലെ ബ്രിട്ടൽ ക്ലാഡിംഗ് വന്നാൽ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സ്പാൻ ബൈ 150 ആണ്. ഇതും കൂടുതൽ വാല്യൂ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. In a structural steel work, it is mentioned that a ruled steel section ISLB 500 at 735.8 Newton per meter was used in the work. This indicate that section is. അത് ഏത് സെക്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അത് നമുക്ക് ഓപ്ഷൻ നോക്കാം. നമ്മൾ ഇത്ര വലിയ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ പേടിച്ച് പോകും ആക്ച്വലി. ഓക്കെ, സോ നമ്മളിത് അറ്റൻഡ് ചെയ്യാറില്ല സാധാരണ, ബട്ട് ഇത് വളരെ സിമ്പിളാണ്. ഓക്കെ, നമുക്ക് ഓപ്ഷൻ നോക്കാം. ടി സെക്ഷൻ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടി സെക്ഷൻ ഒരിക്കലല്ല. അതേപോലെ ചാനൽ സെക്ഷൻ ആണോ? ചാനൽ സെക്ഷനും അല്ല. എ സെക്ഷൻ ഓഫ് സെക്ഷൻ 500 m ഡീപ്പ് ആൻഡ് ഫ്ലാഞ്ച് വിത്ത് 500 ആണോ? അതുമല്ല. സോ ആൻസർ എന്ന് പറഞ്ഞാൽ ഐ സെക്ഷൻ ആണ്. ഐ സെക്ഷൻ an I section 500 mm deep and self weight 735.8 Newton per meter ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ മാക്സിമം സ്പേസിംഗ് ഓഫ് ടാക്കിംഗ് റിവറ്റ്. ടാക്കിംഗ് റിവറ്റിൻ്റെ മാക്സിമം സ്പേസിംഗ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇൻ കേസ് ഓഫ് കംപ്രഷൻ ചോദിച്ചിരുന്നെങ്കിൽ 600 mm എന്ന് വരും. ഓക്കെ, അതേപോലെ ഇൻ കേസ് ഓഫ് ടെൻഷൻ ആണ് ചോദിച്ചിരുന്നെങ്കിൽ 1000 mm എന്ന് പറയും. സോ ഇതിൽ ജനറലി ചോദിച്ചിരിക്കുന്നത് മാക്സിമം സ്പേസിംഗ് ഓഫ് ടാക്കിംഗ് റിവറ്റ് ആണ്. സോ ആൻസർ എന്ന് പറഞ്ഞാൽ 1000 mm ആണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇൻ ഫില്ലറ്റ് വെൽഡ് വീക്കസ്റ്റ് സെക്ഷൻ ഈസ് ദ. വീക്കസ്റ്റ് സെക്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫില്ലറ്റ് വെൽഡിൽ വീക്കസ്റ്റ് സെക്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഫില്ലറ്റ് വെൽഡ് എന്താണെന്ന് നമുക്ക് ജനറലായിട്ട് നോക്കാം. ഫില്ലറ്റ് വെൽഡിൽ എന്ന് പറഞ്ഞാൽ ലാപ്പ്, ഇപ്പോൾ നമ്മൾ മെറ്റൽ പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ലാപ്പായിട്ട് വെൽഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ഫില്ലറ്റ് വെൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വെച്ചിട്ട് നമ്മൾ വെൽഡ് ചെയ്യും. സോ ഇതിനെയാണ് നമ്മൾ ഫില്ലറ്റ് വെൽഡ് എന്ന് പറയുന്നത്. ഇതിന് ലാബ് ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ലാബ് ജോയിൻ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫില്ലറ്റ് വെൽഡ് ചെയ്യുന്നത്. സോ ഈ ഒരു പോർഷനാണ് നമ്മൾ വെൽഡ് ചെയ്യുന്നത്.
സോ ഇതിൻ്റെ ത്രോട്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പോർഷനാണ് ത്രോട്ട്. ഇതാണ് ത്രോട്ട് ഓഫ് ദ ഫില്ലറ്റ്. ഓക്കെ, ഇതാണ് വെൽഡ് പോർഷൻ, ഫുൾ വെൽഡ് പോർഷൻ. അതിൻ്റെ ത്രോട്ട് ഓഫ് ദ ഫില്ലറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷനാണ്. ഇത് ജനറലി ഷിയർ സ്ട്രെങ്ത്തിനെ റിസ്ട്രെയിൻ ചെയ്യാൻ പറ്റും. സോ ഇവിടെ ഇത് ആക്ച്വലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഷിയർ സ്ട്രെങ്ത്തിനെ ബിയർ ചെയ്യാനുള്ളതിനാണ് നമ്മൾ ഇത് ജനറലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഇൻ എ ഫില്ലറ്റ് വെൽഡ് വീക്കസ്റ്റ് സെക്ഷൻ വീക്കസ്റ്റ് സെക്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതാണ് ഇതിൻ്റെ വീക്കസ്റ്റ് സെക്ഷൻ. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ത്രോട്ട് ഓഫ് ദ ഫില്ലറ്റ് എന്ന് പറയുന്നത്. ഇതിനെ ജനറലി റിപ്രസെൻറ്റ് ചെയ്യുന്നത് ടി വെച്ചാണ്, ടി സഫിക്സ് ടി. ഓക്കെ, ടീൻ്റെ ഫോർമുല ഉണ്ട്, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ടി എന്ന് പറഞ്ഞാൽ ജനറലി കെ ഇൻറ്റു എസ് ആണ്. എസ് എന്ന് പറഞ്ഞാൽ സൈസ് ഓഫ് ദ ഫില്ലറ്റ് ആണ്. സോ സൈസ് ഓഫ് ദ ഫില്ലറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷനാണ് നമ്മൾ സൈസ് ഓഫ് ദ ഫില്ലറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു പോർഷനാണ് നമ്മൾ സൈസ് ഓഫ് ദ ഫില്ലറ്റ് എന്ന് പറയുന്നത്. അതേപോലെ ഈ ഒരു പോർഷൻ, ഇതാണ് സൈസ് ഓഫ് ദ ഫില്ലറ്റ്. ഓക്കെ, സോ കെ ഇൻറ്റു എസ്. ഓക്കെ, തിക്നെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് തിക്നെസ് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് തിക്നെസ് കണ്ടുപിടിക്കണം, തിക്നെസ് ഓഫ് ദ ത്രോട്ട് കണ്ടുപിടിക്കണമെങ്കിൽ കെ ഇൻറ്റു എസ് ചെയ്യണം. കെ എന്ന് പറഞ്ഞാൽ കോഡൽ വാല്യൂ ആണ്. ഓക്കെ, കെ എന്ന് പറഞ്ഞാൽ കോഡൽ വാല്യൂ ആണ്. ഇതിൻ്റെ വാല്യൂ ജനറലി 60 to 120 ആണ് വേരി ചെയ്യുന്നത്. അതായത് ആംഗിളിൻ്റെ വാല്യൂ ആണ് 60 to 120 ഡിഗ്രി ആണ് വേരി ചെയ്യുന്നത്. ഓക്കെ, സോ 60നേക്കാളും കുറയാനും പാടില്ല, 120നേക്കാളും കൂടാനും പാടില്ല. ഈ ഒരു റേഞ്ചിലാണ് ലൈ ചെയ്യുന്നത്. നമുക്ക് കെൻ്റെ വാല്യൂ 60 എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 0.7 ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, 0.7. ഇത് ജനറലി കോഡൽ വാല്യൂ ചോദിക്കാറുണ്ട്. ഓക്കെ, സൈസ് ഓഫ് ദ വാല്യൂ തന്നിട്ടുണ്ടായിരിക്കും. കെൻ്റെ വാല്യൂ നിങ്ങൾക്ക് കോഡൽ വാല്യൂ എന്ന് പഠിക്കണം, അപ്പോൾ തിക്നെസ് ഓഫ് ദ ത്രോട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആൻസർ എന്ന് പറഞ്ഞാൽ ഇൻ എ ഫില്ലറ്റ് വെൽഡ് ദ വീക്കസ്റ്റ് സെക്ഷൻ ഈസ് ത്രോട്ട് ഓഫ് ദ ഫില്ലറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ കാൽക്കുലേറ്റിംഗ് ഏരിയ to be deducted for bolt of 36 mm diameter, the diameter of the hole shall be taken as. diameter of hole എന്താണെന്ന് എടുത്തേക്കാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ 36 mm ഡയമീറ്റർ ആണെങ്കിൽ ഡയമീറ്റർ ഓഫ് ഹോൾ എന്താണ് എടുക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കിതിൽ 3 കണ്ടീഷൻ ഉണ്ട്, അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം. ഇപ്പോൾ ലെസ് ദാൻ 16 ഡയമീറ്ററിൻ്റെ ബോൾട്ട് ലെസ് ദാൻ 16 ആണെങ്കിൽ നമ്മൾ +1 ചെയ്യും. ബോൾട്ടിൻ്റെ ഹോളിൻ്റെ ഡയമീറ്ററിൻ്റെ കൂടെ +1 ചെയ്യും. അതേപോലെ 16 to 24 ആണെങ്കിൽ +2 ചെയ്യും. അതേപോലെ ഗ്രേറ്റർ ദാൻ 24 ആണെങ്കിൽ +3 ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ നമുക്ക് നോക്കാം 36 ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. 36 ആകുമ്പോൾ ആൻസർ +3 ചെയ്യണം. +3 ചെയ്യുമ്പോൾ എന്താണ് ആൻസർ കിട്ടുന്നത്? 39 കിട്ടും. ഓക്കെ, സോ ഇതിൻ്റെ ക്ലോസ് ഏത് ആൻസർ ആണെന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. സോ ആൻസർ എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷനിൽ 38.5 ആണ്. ആക്ച്വലി കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ 39 ആണ്, ബട്ട് ഓപ്ഷനിൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് 38.5 മാർക്ക് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ഫില്ലറ്റ് റിവെറ്റ് മാക്സിമം പെർമിസിബിൾ സ്ട്രെസ്സസ് ഇൻ റിവെറ്റ് ആൻഡ് ബോൾട്ട് ആസ് ഗിവൺ ഇൻ ദ കോഡ് ഇസ് റെഡ്യൂസ് ബൈ. ഇതും കോഡൽ വാല്യൂ ആണ്. മാക്സിമം റെഡ്യൂസ് ആകുന്നത് by 10% ആണ്. ഓക്കെ, ഫോർ ദ റിവെറ്റ് മാക്സിമം സ്ട്രെസ് ഇൻ ദ റിവെറ്റ് ആൻഡ് ബോൾട്ട് ഗെറ്റ് റെഡ്യൂസ്ഡ് ബൈ 10%. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ടൈപ്പ് ഓഫ് ദ വെൽഡ് യൂസ് ടു കണക്ട് 2 പ്ലേറ്റ് അറ്റ് ഇറ്റ്സ് ലാബ്. നമ്മൾ ഓൾറെഡി നോക്കിയതാണ് ഫില്ലറ്റ് വെൽഡിൻ്റെ നമ്മൾ ടൈപ്പ് ഓഫ് വെൽഡ് റെസ്റ്റ് ചെയ്യുന്നത് ലാപ്പിലാണ്. സോ ഇതിനെ നമ്മൾ ഫില്ലറ്റ് വെൽഡ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്ത ഒരു സെക്ഷനാണ് ഫില്ലറ്റ് വെൽഡ്. ഓക്കെ, നമ്മൾ ഓൾറെഡി നോക്കിയതായിരുന്നു അല്ലേ. ഇവിടെ നമ്മൾ വെൽഡ് ചെയ്യും, ഇവിടെയാണ് നമ്മൾ വെൽഡ് ചെയ്യുന്നത്. സോ ഇതിനെയാണ് നമ്മൾ ഫില്ലറ്റ് വെൽഡ് എന്ന് പറയുന്നത്. സോ ആൻസർ എന്ന് പറഞ്ഞാൽ ഫില്ലറ്റ് വെൽഡ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ലോട്ട് വെൽഡ്. സ്ലോട്ട് എന്ന് പറയുന്ന വെൽഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലേറ്റിൽ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇങ്ങനത്തെ ഒരു പൊസിഷനിൽ നമ്മൾ വെൽഡ് ചെയ്യുകയാണ്, ഇത്ര ഏരിയയിൽ വെൽഡ് ചെയ്യുകയാണെങ്കിൽ സ്ലോട്ടിൻ്റെ ഇതിനാണ് നമ്മൾ സ്ലോട്ട് വെൽഡ് എന്ന് പറയുന്നത്. പ്ലഗ് വെൽഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പ്ലേറ്റിൽ നമ്മൾ ഹോളിൻ്റെ ബേസിൽ വെൽഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ പ്ലഗ് വെൽഡ് എന്ന് പറയും. ബട്ട് വെൽഡ് എന്ന് പറഞ്ഞാൽ 2 സെക്ഷനെ നമ്മൾ ജോയിൻ ചെയ്യുകയാണ്. ഓക്കെ, 2 സെക്ഷനെ ജോയിൻ ചെയ്ത് നമുക്ക് ഈ ഒരു സെക്ഷനിൽ വെൽഡ് ചെയ്യുകയാണെങ്കിൽ ഇതിനെ ബട്ട് വെൽഡ് എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ഡിസ്ക്രൈബ് എ വെൽഡ് ടൈപ്പ്. ഇതിൽ ഏതാണ് വെൽഡ് ടൈപ്പ് ഡിസ്ക്രൈബ് ചെയ്യാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് നോക്കാം. ബട്ട് വെൽഡ് ചെയ്യും, പ്ലഗ് വെൽഡ് ചെയ്യും, ലാപ്പ് വെൽഡ് ചെയ്യും. സിഗ്സാഗ് വെൽഡ് ആണ് ചെയ്യാത്തത്. ഓക്കെ, ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഈ ഓപ്ഷൻ ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. ഈ വെൽഡ് സിഗ്സാഗ് വെൽഡ് ഡസ് നോട്ട് ഡിസ്ക്രൈബ് വെൽഡ് ടൈപ്പ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. എ റിവെറ്റഡ് ജോയിൻറ്റ് ക്യാൻ ഫെയിൽ ഇൻ. റിവെറ്റഡ് ജോയിൻറ്റ് ഏതിലാണ് ഫെയിൽ ആവുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ജനറലി നമുക്ക് നോക്കാം. പ്ലേറ്റിൻ്റെ ഒരു സെക്ഷനാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. പ്ലേറ്റിൻ്റെ സെക്ഷനിൽ 2 സൈഡിൽ നിന്നും ലോഡ് പി അപ്ലൈ ആവുകയാണ്. സോ ബോൾട്ടും കൊടുത്തിട്ടുണ്ട്. സോ ഇതിൻ്റെ നമുക്ക് നോക്കാൻ പറ്റും ഈ ഒരു പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ ഫെയിലിയർ ഉണ്ടാവുകയാണെങ്കിൽ ഇതിനെ നമ്മൾ
ടിയറിങ് ഓഫ് ദ പ്ലേറ്റ് എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ എക്സാമ്പിൾ നമുക്ക് അബ്സ്യൂം ചെയ്യാം. നിങ്ങൾ പേപ്പർ എടുത്തിട്ട് രണ്ട് സൈഡിൽ നിന്നും വലിച്ചു നോക്കണം. അപ്പോൾ അത് സെൻറ്റർ ആക്സിസ് ലോഡിൻ്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലായിരിക്കും ഫെയിൽ ആകുന്നത്, ലോഡിൻ്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ. സോ ഇതിനെ നമ്മൾ പറയുന്നതാണ് ടിയറിങ് ഫെയിലിയർ. ഓക്കെ. പിന്നെ നമ്മൾ രണ്ട് പ്ലേറ്റ് എടുത്ത് അതിനെ ബോൾട്ട് വെച്ച് ജോയിൻ ചെയ്തു, അല്ലെങ്കിൽ റിവറ്റ് വെച്ച് ജോയിൻ ചെയ്തു. സോ ഈ ഒരു സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഈ ഒരു പോർഷൻ നമ്മൾ രണ്ട് സൈഡിൽ നിന്നും ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു പോർഷനിലായിരിക്കും ഫെയിലിയർ ഉണ്ടാകാനുള്ള ചാൻസ്. ഓക്കെ. അത് നമ്മൾ ബോൾട്ടിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു സെക്ഷനിലായിരിക്കും ഫെയിലിയർ ഉണ്ടാകാനുള്ള ചാൻസ്. സോ അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഇതിനെ നമ്മൾ ഷിയറിങ് അല്ലെങ്കിൽ കട്ട് എന്ന് പറയും. നമ്മൾ രണ്ട് സൈഡിലും ലോഡ് അപ്ലൈ ആകുമ്പോൾ ഈ ഒരു സെക്ഷനിൽ ബോൾട്ട് അല്ലെങ്കിൽ റിവറ്റിൽ സ്ട്രെസ് ഇൻക്രീസ് ആകുമ്പോൾ അത് ബ്രേക്ക് ആകും. അതിനെ നമ്മൾ കട്ടിംഗ് ഫെയിലിയർ അല്ലെങ്കിൽ ഷിയറിംഗ് ഫെയിലിയർ എന്നാണ് പറയുന്നത്. ഓക്കെ. പിന്നെ നമുക്ക് നോക്കാം ബിയറിംഗ് ഓഫ് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പോർഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സെക്ഷൻ നമ്മൾ ഈ ഒരു റിവറ്റിനെ ഫുൾ കൺസിഡർ ചെയ്യുക. ഓക്കെ. അതിനെ നമ്മൾ സെപ്പറേറ്റ് ഔട്ട് ചെയ്തെടുത്തു. അതിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ ടി, ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഡി. ഇതാണ് ബിയറിംഗ് ഏരിയ എന്ന് പറയുന്നത്. അതായത് ടോട്ടൽ ഏരിയ ഓഫ് ദ സ്ട്രെസ് ട്രാൻസ്ഫർ ആവുന്നത് ഈ ഒരു ഏരിയയിലാണ്. സോ ഇത് ഫെയിൽ ആയാലാണ് നമ്മൾ ബിയറിംഗ് ഓഫ് ദ പ്ലേറ്റ് എന്ന് പറയുന്നത്, ബിയറിംഗ് ഫെയിലിയർ എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇതിൽ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് റിവറ്റ് ജോയിൻറ്റ് ക്യാൻ ഫെയിൽ, റിവറ്റ് ജോയിൻറ്റ് ഏതിലാണ് ഫെയിൽ ആവുന്നതാണ് ചോദിച്ചേക്കുന്നത്. സോ ആൻസർ എന്ന് പറഞ്ഞാൽ ഓൾ ദ എബോവ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The gross diameter of 14 mm nominal diameter rivet is 14 mm nominal diameter ആണ് തന്നിട്ടുള്ളത്. സോ അതിൻ്റെ ജനറലി നോക്കുകയാണെങ്കിൽ ഗ്രോസ് ഡയമീറ്റർ ഓഫ് റിവറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിൻ്റെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 25. ഓക്കെ. ലെസ് ദാൻ 25 ആണെങ്കിൽ നമ്മൾ കേസ് കൺസിഡർ ചെയ്യുന്നത് പ്ലസ് 1.5 ആണ്. ഓക്കെ. അതേപോലെ ഗ്രേറ്റർ ദാൻ 25 ആണെങ്കിൽ, 25നേക്കാളും കൂടുതലാണെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് +2 ആണ്. ഓക്കെ. സോ ഇവിടെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 14 ആണ്. അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞാൽ പ്ലസ് 1.5. സോ ആൻസർ എന്ന് പറഞ്ഞാൽ 15.5 ആണ്. സോ ഇൻ കേസ് ഓപ്ഷനിൽ ഗ്രോസ് ഡയമീറ്റർ ഓഫ് ഈ ഓപ്ഷൻ മാറ്റി നമ്മുടെ 26 ആയിരുന്നു ചോദിച്ചതെങ്കിൽ +2 ചെയ്യേണ്ടി വന്നേനെ നമുക്ക്. സോ +2 എന്ന് പറഞ്ഞാൽ 28 വന്നേനെ. ഓക്കെ. സോ ഇതാണ് ജനറൽ ഇൻഫോർമേഷൻ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The effective length of the fillet weld of the length is, fillet weldൻ്റെ effective length ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. സോ ഇതാണ് ഒരു നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു പ്ലേറ്റ്. ഓക്കെ. ഇതൊരു പ്ലേറ്റിൽ നമ്മൾ കൺസിഡർ ചെയ്ത് ഇതാണ് പ്ലേറ്റ്. ഓക്കെ. ഇതാണ് പ്ലേറ്റ്. സോ ഇതാണ് വെൽഡ്. ഇവിടെയാണ് നമ്മൾ വെൽഡ് ചെയ്തേക്കുന്നത്. ഈ ഒരു പോർഷനാണ് നമ്മൾ വെൽഡ് ചെയ്തേക്കുന്നത്. ഈ ഒരു പോർഷനിലാണ് വെൽഡ് ചെയ്തേക്കുന്നത്. സോ ഇതെന്ന് പറഞ്ഞാൽ സൈസ് ഓഫ് ദ വെൽഡാണ്. സോ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ അതാണ് L. ഓക്കെ. ഇഫക്റ്റീവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ആ ലെങ്ത്തിനെ റെഡ്യൂസ് ചെയ്ത്, അല്ലെങ്കിൽ സൈസ് ഓഫ് ദ വെൽഡിനെ രണ്ട് സൈഡിൽ നിന്നും റെഡ്യൂസ് ചെയ്ത ലെങ്ത്തിനാണ് ഇഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത്. അതിനെ L' വെച്ചാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ. സോ അത് L' വാല്യൂ എന്തായിരിക്കും? L' വാല്യൂ എന്ന് പറഞ്ഞാൽ L - 2s. രണ്ട് സൈഡിലും S ആയതുകൊണ്ട് L - 2s. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ L - 2s. ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് കൺസിഡർ ചെയ്യാം. ദ സ്ട്രെങ്ത് ഓഫ് ദ ഫില്ലറ്റ് റിവറ്റ് ആസ് കമ്പയർഡ് ടു ഷോപ്പ് റിവറ്റ്. നമ്മൾ സ്ട്രെങ്ത് ഓഫ് ദ ഫില്ലറ്റ് റിവറ്റിനെ ആസ് കമ്പയർഡ് ടു ഷോപ്പ് റിവറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ എത്രയാണ് റെഡ്യൂസ് ആവുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ എന്ന് പറഞ്ഞാൽ 90% ആണ്. സോ അതിൻ്റെ ടാബുലർ വാല്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിൻ്റെ ടാബുലർ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോപ്പ് റിവറ്റിംഗ് ചെയ്യുവാണെങ്കിൽ പവർ അപ്ലൈ ചെയ്ത് ഷോപ്പ് റിവറ്റിംഗ് ചെയ്യുവാണെങ്കിൽ ആക്സിയൽ ഉണ്ട്, പിന്നെ ഷിയർ ഉണ്ട്. നമുക്ക് ഷിയർ വാല്യൂ കൺസിഡർ ചെയ്യണം, ആക്സിയൽ വാല്യൂ കൺസിഡർ ചെയ്യണം, ബിയറിംഗ് കൺസിഡർ ചെയ്യണം. ഓക്കെ. സോ ഇതിൻ്റെ വാല്യൂ ഷോപ്പിൽ ചെയ്യുവാണെങ്കിൽ നമ്മുടെ വാല്യൂ എന്ന് പറയുമ്പോൾ 100 ആണ്. അതേപോലെ നമ്മൾ സൈറ്റിൽ നമ്മൾ പവർ യൂസ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ വാല്യൂ 90 ആണ്. അതേപോലെ നമ്മൾ സൈറ്റിൽ ഫീൽഡ് വിത്ത് ഹാൻഡിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ മാനുവലി ചെയ്യുവാണെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 80 ആണ്. ഓക്കെ. സോ ഷിയറിൻ്റെ വാല്യൂ സെയിം ആണ്, 100, 90, 80. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ബിയറിംഗ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇൻറ്റു 3 ചെയ്യണം. അപ്പോൾ 300 കിട്ടും. ബിയറിംഗ് വാല്യൂ ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിയാണ്. സോ ഇൻറ്റു 3 ചെയ്യുമ്പോൾ 270, ഇൻറ്റു 3 നിയർലി ഈക്വൽ ടു 250. ഓക്കെ.
സോ ഇത് കോഡൽ വാല്യൂ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് സ്ട്രെങ്ത് ഓഫ് ദ ഫീൽഡ് റിവെറ്റ് ആസ് കമ്പയർഡ് ടു ഷോപ്പ് റിവെറ്റ് റെഡ്യൂസ്ഡ് ബൈ ആസ് കമ്പയർഡ് ടു ഷോപ്പ് റിവെറ്റ് ആണ്. സോ ഇൻക്രീസ് ആണ്. സോ 90% ആണ് ആൻസർ. ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് P and D are pitch and gross diameter of the rivet, efficiency of rivet is, efficiency എന്ന് പറഞ്ഞാൽ generally input by output ആണ്, output by input ആണ്. ഓക്കെ. സോ ഗേജ് ലെങ്ത്തിൽ നമ്മൾ പിച്ചിൽ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ പിച്ച് മൈനസ് ഡയമീറ്റർ അല്ലെങ്കിൽ ഡയമീറ്ററിൻ്റെ സെക്ഷൻ മൈനസ് ചെയ്തിട്ട് നമ്മൾ പിച്ചിനെ വെച്ച് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ അപ്പോഴേ നമുക്ക് പിച്ചിൻ്റെ എഫിഷ്യൻസി കിട്ടത്തുള്ളൂ. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ്. അതേപോലെ ഗേജിൻ്റെ ചോദിക്കുകയാണെങ്കിൽ ജി മൈനസ് ഡി ബൈ ഡി. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ എഫിഷ്യൻസിയുടെ ഫോർമുല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ രണ്ട് ഫോർമുലയും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ ആൻസർ എന്ന് പറഞ്ഞാൽ ഇതാണ് കറക്റ്റ് ആൻസർ, പി മൈനസ് ഡി ബൈ P. Okay, minimum pitch of the rivet shall not be less than, minimum pitch of the rivet shall not be less than ആണ് ചോദിച്ചിരിക്കുന്നത്. സോ പിച്ച് ജനറലി നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ഒരു സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ഈ ഒരു സെക്ഷൻ ഇപ്പോൾ രണ്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ സൈഡിലാണ് ലോഡ് അപ്ലൈ ആവുന്നത്. സോ ഈ ഒരു പോർഷനാണ് നമ്മൾ പിച്ച് എന്ന്, ഇതിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസിനാണ് നമ്മൾ പിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ഇതിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഗേജ് എന്ന് പറയും. ഓക്കെ, ലോഡിൻ്റെ അതേ ഡയറക്ഷനിൽ നമ്മൾ പിച്ച് എന്ന് പറയും, ലോഡിൻ്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ നമ്മൾ ഗേജ് എന്ന് പറയും. അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഓർത്ത് വയ്ക്കാം. ഓക്കെ, പിന്നെ ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ എൻഡ് ഡിസ്റ്റൻസ് ആണ്. ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ എൻഡ് ഡിസ്റ്റൻസ് ആണ്. ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ എഡ്ജ് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അതും ജനറലി എക്സാംസിൽ ചോദിക്കാറുണ്ട്. സോ ഇതിൻ്റെ വാല്യൂ മിനിമം പിച്ച് ലെങ്ത്, മിനിമം പിച്ച് ഓഫ് ദ റിവെറ്റ് ഷാൾ നോട്ട് ബി എക്സീഡ് എന്നാണ് ചോദിക്കുന്നത്. ഇതിൻ്റെ മിനിമം വാല്യൂ ആണ് ചോദിക്കുന്നത്. സോ അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 2.5 D ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, പിന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മിനിമം പിച്ച് ഓഫ് ദ റിവെറ്റ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ ഹൗ മെനി ടൈംസ് ദ ഗ്രോസ് ഡയമീറ്റർ. സോ ഇതിൻ്റെ ആൻസറും അത് തന്നെയാണ്. ഓക്കെ, എത്രയാണെന്നാണ് 2.5 ടൈംസ് ആണ് ദാൻ ദാറ്റ് ഓഫ് ഗ്രോസ് ഡയമീറ്റർ. ഓക്കെ, സോ ഇന്നത്തെ സെക്ഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. പ്ലീസ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് എ ലോട്ട്.